നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഫീൽഡ് ഓഫീസറിന്റെ ഒക്കെ 2023 രണ്ടാമത്തെ ചോദ്യം ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ നമ്മൾ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വേഗം പറഞ്ഞു പോകും. കൃത്യമായിട്ടൊന്ന് കേട്ടിരിക്കുക. ഒരു കഥ കേൾക്കുന്ന പോലെ. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടായിരുന്നു, അടുക്കള ജോലിക്കിടയിലാണ് ഫസ്റ്റിലത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ നമ്പർ 1 ഇട്ടില്ലേ, മാർത്താണ്ഡവർമ്മ, അത് അടുക്കള ജോലിക്കിടയിലെ ഒരു സ്റ്റോറി പോലെ കേട്ടു എന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി കേട്ടോ. അത് കേട്ടിട്ട് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്നൊന്നും അത് കിട്ടത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പ്രത്യേകതയാണിത്. കൃത്യമായിട്ട് ഒരു അടുക്കും ചിട്ടയോട് കൂടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കും ചിട്ടയായിട്ട് ഒരു സ്റ്റോറി പോലെ കേട്ടിരിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ 17ാമത്തെ അധ്യായം വളരെ നീണ്ട അധ്യായമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സ്ട്രെസ് ചെയ്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്കിക്കേ, കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അപ്പൊ ആ കമന്റ് പറഞ്ഞ ആൾക്ക് പ്രത്യേകിച്ച് താങ്ക്സ് കേട്ടോ, നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് മുന്നോട്ടും ചെയ്യാനായിട്ട് തോന്നും. ഇങ്ങനെ തന്നെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു കമന്റ് ആയിരുന്നു അത്. താങ്ക് യു കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 2, കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 1, 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാവും അഥവാ രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. 2, കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. 3, ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടേതിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുത ഉള്ളതുമായിരുന്നു. 4, ഗോവയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്നു എന്നുള്ളതാണ് 3 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ആൻസർ കീ വന്ന സമയത്ത് ഈ 1, 2, 3 ശരിയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് വന്നു. പക്ഷെ നമുക്കിത് മുന്നോട്ട് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റിലത്തെ സെഷൻ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാവും കായംകുളം രാജാവും തമ്മിലുള്ള ഉടമ്പടി അവസാനിച്ചു എന്ന് തന്നെയാണ്. ഇംഗ്ലീഷ് വേർഷൻ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. 1963 ഫ്രഷ് ട്രീറ്റീസ് കൺക്ലൂഡഡ് ബിറ്റ്വീൻ ദ ഡച്ച് ഓൺ ദ വൺ സൈഡ് ആൻഡ് ദ രാജാസ് ഓഫ് പുറക്കാട് ആൻഡ് കായംകുളം ഓൺ ദ അതർ എന്നാണ്. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മനസ്സിലാവും ഓപ്ഷൻ എ ശരിയാണോ എന്നുള്ളത്, 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത്. നമുക്ക് കടക്കാം. അപ്പൊ ഡച്ചുകാരെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഏതാ? AD 1595 ഇവർ വരുന്നത്. AD 1595 ഡച്ചുകാർ ആദ്യമായിട്ട് എവിടേക്ക് വരുന്നത്? ഇന്ത്യയിൽ വരുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 നമുക്കറിയാം. ഇന്ത്യയിലെ സെക്കൻഡ് ടൈമായിട്ട് വരുന്ന യൂറോപ്യൻ ശക്തിയായിരുന്നു ഡച്ചുകാര്. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചു പോയതും ആര് തന്നെയാ? ഡച്ചുകാരാ. അപ്പൊ രണ്ടാമത് വന്നതും ആദ്യം തിരിച്ചു പോയതും ഡച്ചുകാരാണ്. ആദ്യത്തെ ഫാക്ടറി ഇവർ സ്ഥാപിച്ചത് എവിടെയായിരുന്നു? മസൂലി പട്ടണത്തിലാണ് അല്ലെ. അതുപോലെ ഡച്ചുകാര് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായിരുന്നു. ഏതാ മതം? പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായിരുന്നു ഡച്ചുകാരെന്ന് പറയുന്നത്. അതുപോലെ ഡച്ചുകാര് കൊല്ലം പിടിച്ചെടുത്തത് ആരെ പരാജയപ്പെടുത്തിയിട്ടായിരുന്നു? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടായിരുന്നു. അതുപോലെ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം പിടിച്ചെടുത്തത് 1658 ഓക്കെ. പിന്നെ കുളച്ചൽ യുദ്ധമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇവിടേക്ക് നോക്കാം. നോക്കിക്കേ, പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനതയായിരുന്നു ഡച്ച്. അപ്പൊ പോർച്ചുഗീസുകാർ കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വന്ന രണ്ടാമത്തെ യൂറോപ്യൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തുമായിട്ട് വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത ഡച്ചുകാരാണ്. 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തതോടുകൂടി കേരളത്തിലെ ഡച്ച് കാലഘട്ടം യഥാർത്ഥത്തിൽ ആരംഭിച്ചു. 1663 എവിടം പിടിച്ചെടുക്കുന്നത്? കൊച്ചി പിടിച്ചെടുക്കുന്നത്. അപ്പം ഏത് വർഷമാണ് കൊല്ലം പിടിച്ചെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു? 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തതോട് കൂടിയിട്ടാണ് കേരളത്തിലെ ഡച്ച് കാലഘട്ടം റിയൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് കേട്ടോ, അതാണ് വ്യത്യാസം. ഇനി നോക്കിക്കേ, ആദ്യമായിട്ട് സാമൂതിരിയുമായിട്ടുള്ള ബന്ധം ഇവർ വന്നത് എന്നായിരുന്നു? 1595 ഇവർ വരുന്നത്. അപ്പൊ 95 ഇന്ത്യയിൽ വന്നെങ്കിലും കൃത്യമായിട്ട് നോക്കിക്കേ, 1592 സ്ഥാപിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1592 സ്ഥാപിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അപ്പം രണ്ടും 2 ഡേറ്റുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ പഠിക്കുന്നത് 1602
ടെക്സ്റ്റ് ബുക്കിനകത്ത്, കേരള ഹിസ്റ്ററിയിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 1592 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ 1602 എന്ന് തന്നെ എഴുതിയാൽ മതി കേട്ടോ. 1592 സ്ഥാപിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യകാല പര്യടനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നല്ല പങ്കുണ്ടായിരുന്നു. ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാർഡൻ ഹാഗന്റെ നേതൃത്വത്തിൽ കമ്പനി ഇന്ത്യയിലേക്ക് ഒരു പര്യടന സംഘത്തെ അയച്ചു. അദ്ദേഹം കോഴിക്കോട്ട് വന്നിട്ട് സാമൂതിരിയുമായിട്ട് 1604 നവംബർ 11 ഉടമ്പടി ഉണ്ടാക്കി. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യത്തെ കരാർ ഏതാ? സാമൂതിരിയും ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാർഡൻ ഹാഗന്റെ നേതൃത്വത്തിൽ കമ്പനിയിൽ നിന്ന് വന്ന ഒരു പര്യടന സംഘവുമായിട്ട് 1604 നവംബർ 11 ഒപ്പിട്ടതാണ് ഡച്ചുകാരും ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും തമ്മിലുണ്ടാക്കിയ ആദ്യത്തെ ഉടമ്പടി. ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറന്തള്ളാൻ വേണ്ടി ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ചെയ്ത പരസ്പര സഖ്യമായിരുന്നു ഈ ഒരു കരാർ. ഇതിൻ പ്രകാരം സാമൂതിരി ഡച്ചുകാർക്ക് കോഴിക്കോട്ട് വാണിജ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും അവരുടെ കച്ചവടക്കാരെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു. കാലേക്കുട്ടി പരസ്പരം ആലോചിക്കാതെ ഇരു കൂട്ടരും പോർച്ചുഗീസുകാരുമായി ധാരണയിലെത്താൻ പാടില്ലെന്നും വ്യവസ്ഥ ഉണ്ടായിരുന്നു. 1604 1608 കോഴിക്കോട്ട് സന്ദർശിച്ച അഡ്മിറൽ വെർഹോഫ് 1604 വ്യവസ്ഥകൾ ആവർത്തിച്ചു കൊണ്ടിട്ട് ഒരു പുതിയ ഉടമ്പടിയും കൂടെ ഉണ്ടാക്കി. ഈ അവസരത്തില് സാമൂതിരി ഡച്ചുകാർക്ക് തന്റെ രാജ്യത്ത് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുകൊടുക്കുകയും ചരക്കുകൾ ശേഖരിച്ചു വെക്കാൻ ഒരു വലിയ പണ്ടകശാല കോഴിക്കോട്ട് അവർക്ക് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തു. 1610 3 ഡച്ച് കപ്പലുകൾ എവിടെ വരുന്നു? കോഴിക്കോട്ട് വന്നു. ഇപ്പോഴും, അതായത് അപ്പോഴും ഇരു ശക്തികളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അപ്പൊ മൂന്നാമത്തെ ഉടമ്പടി 1610. ഇതനുസരിച്ചിട്ട് ഡച്ചുകാര് കോഴിക്കോട്ടെ അവരുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും 2% ചുങ്കമായിട്ട് ആർക്ക് കൊടുക്കും? സാമൂതിരിക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു. പോർച്ചുഗീസുകാരെ എതിർക്കുന്ന കാര്യത്തിൽ ഇരു കൂട്ടരും ഒന്നിക്കുകയും ചെയ്തു. 1616 കോഴിക്കോട്ട് വന്ന് സാമൂതിരിയെ സന്ദർശിച്ച വാർഡൻ ബ്രൂക്ക് കേരളക്കരയിൽ നിന്നും പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ തദ്ദേശീയ രാജാക്കന്മാരുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന്റെ സാധ്യതയെ പറ്റിയിട്ട് ആലോചിച്ചു. പക്ഷെ ഫലം ഉണ്ടായില്ല. 1619 ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരായിട്ട് ഒത്തുചേർന്ന് ഒരു ആക്രമണം നടത്താനുള്ള കരാറിൽ ഏർപ്പെടുക. അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 1619 ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരായി ഒത്തുചേർന്നിട്ട് ഒരാക്രമണം നടത്താനുള്ള കരാറിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് മലബാർ തീരത്തുള്ള പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഉപരോധിക്കാൻ അവർ 1621 ഒരു സംയുക്ത നാവിക സൈന്യത്തെ നിയോഗിച്ചു. അംബോയിന കൂട്ടക്കൊല കൊണ്ട് കുപ്രസിദ്ധനായ വാൻ സ്പ്യൂൾട്ട് ചേറ്റുവ വെച്ച് 1625 ഡിസംബറിൽ സാമൂതിരിയെ സന്ദർശിച്ചതിന്റെ ഫലമായിട്ട് സാമൂതിരി തന്റെ രാജ്യത്തെ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ ഡച്ചുകാർക്ക് അനുവാദം നൽകുകയും പ്രതിവർഷം 3000 കണ്ടി കുരുമുളക് ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് ഏൽക്കുകയൊക്കെ ഉണ്ടായി. ഇങ്ങനെ മലബാറിൽ പോർച്ചുഗീസുകാരുടെ നില അനുക്രമം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന 17ാം ശതകത്തിന്റെ ആദ്യ ദശകങ്ങളിലൊക്കെ കേരളക്കരയിലെ പോർച്ചുഗീസ് വാണിജ്യ താല്പര്യങ്ങൾക്ക് ഡച്ചുകാര് ഭയങ്കര ഭീഷണിയായിരുന്നു. ഇനി ഇത്രയും വായിച്ചതിനകത്തുനിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. 1604 നവംബർ 11 ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ആദ്യത്തെ കരാർ എടുക്കുന്നത്. അതിനുശേഷം 1608 ഇത് തന്നെ ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് പുതിയൊരു കരാർ ഉണ്ടാക്കി. രണ്ട് ആൾക്കാരാണ് വെച്ചത്. 1610 3 ഡച്ച് കപ്പല് കോഴിക്കോട്ട് വന്നു. അതിനുശേഷം 1616 കോഴിക്കോട്ട് വന്ന് സാമൂതിരിയെ സന്ദർശിച്ച വാർഡൻ ബ്രൂക്ക് കേരളക്കരയിൽ നിന്നും പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ ഈ തദ്ദേശീയരായിട്ടുള്ള രാജാക്കന്മാരുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. ദെൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, കയറ്റുമതിക്ക് ഇറക്കുമതിക്കും ഒക്കെ എന്ത് കൊടുക്കണം? 2% ചുങ്കമായിട്ട് സാമൂതിരിക്ക് കൊടുക്കണം എന്നുള്ളൊരു ഉടമ്പടിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ എന്താ? 1619 ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഈ സമുദ്രത്തിലെ ആധിപത്യത്തിനെതിരെ ഒത്തുചേർന്ന് ആക്രമണത്തിനുള്ള ഒരു കരാർ വെച്ചു. അതിനനുസരിച്ചിട്ട് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഉപരോധിക്കാൻ 1621 ഒരു സംയുക്ത നാവിക സൈന്യത്തെ അവര് നിയോഗിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, പിന്നെ പറഞ്ഞ എന്താ? ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ പറഞ്ഞ അടുത്ത ഒരു പോയിന്റ് വരാൻ പോവുകയാണ്. പുറക്കാടും കായംകുളവുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ, അല്ലെ? ഡച്ചുകാർ ക്രമേണ തങ്ങളുടെ ശ്രദ്ധ ഉത്തര കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിലേക്ക് പോയി. അതായത് ഉത്തര കേരളം വിട്ടു, ഇനി മധ്യ കേരളത്തിലോട്ട് വരിക. അവർ മധ്യ കേരളത്തിലെ ചെറിയ നാടുവാഴികൾ, മധ്യ കേരളം മീൻസ് എവിടെയാണ്? കായംകുളം, അമ്പലപ്പുഴ ഉൾപ്പെടുന്ന മധ്യ കേരളം, പുറക്കാടൊക്കെ ഉൾപ്പെടുന്ന മധ്യ കേരളം, ആലപ്പുഴ. അപ്പൊ അവിടെ നാടുവാഴികളുമായിട്ട് കരാറുണ്ടാക്കി. കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശേഖരണത്തെ സംബന്ധിച്ച് 1642 മെയ്യിൽ
ചെമ്പകശ്ശേരി അതായത് പുറക്കാട്, അതാണ് ചെമ്പകശ്ശേരി രാജാവുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. പുറക്കാട് ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുവാദവും ഡച്ചുകാർക്ക് കിട്ടി. അവർ 1643 പുറക്കാട്ടെയും കായംകുളത്തെയും രാജാക്കന്മാരുമായി പുതിയ ഉടമ്പടികളിൽ ഏർപ്പെട്ടു. കണ്ടോ, പുതിയ ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടോ, 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാവും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു എന്നാണ് PSC കൊടുത്തിരുന്നത്. പക്ഷെ PSC ആൻസർ കീ വന്നപ്പം ഇത് ശരിയാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് തെറ്റാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, പുതിയ ഉടമ്പടി ഉണ്ടാക്കി എന്നാണ് കേട്ടോ. അതിപ്പം നമ്മൾ തിരുത്താണ്. പ്രസ്തുത രാജാക്കന്മാർ പഞ്ഞി, ഇരുമ്പ്, തകരം, കറുപ്പ്, ചന്ദനത്തടി മുതലായ സാധനങ്ങൾ ഡച്ചുകാരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. പകരം തങ്ങളുടെ നാട്ടിലെ കുരുമുളക് അവർക്ക് കൊടുത്തുകൊള്ളാമെന്ന് ഏൽക്കുകയും ചെയ്തു. യൂറോപ്പിലെ ഇതര ശക്തികളുമായി യാതൊരു ഇടപാടും നടത്തുകയില്ലെന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. ആരുമായിട്ടാ? ഡച്ചുകാരോട് സമ്മതിച്ചു. ഈ ഉടമ്പടികളെ തുടർന്ന് അടുത്ത വർഷങ്ങളിൽ ഡച്ച് കപ്പലുകൾ പുറക്കാട്ടും കായംകുളത്തും അടുത്ത ചരക്ക് കയറ്റാനായിട്ട് വന്നു. 1650 ഡച്ച് ഗവൺമെന്റ് കായംകുളം രാജാവിന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു പാരിതോഷികം എത്തിക്കുകയും കായംകുളത്ത് പണ്ടകശാല കെട്ടാൻ അനുവാദം നേടുകയൊക്കെ ചെയ്തു. കേരളത്തിലെ ചെറുകിട ശക്തികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന നയം. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് പുറക്കാട്ടും കായംകുളത്തും രാജാക്കന്മാരുമായിട്ട് 1643 ഒരു ഉടമ്പടി ഉണ്ടാക്കിയത്. സോ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. രണ്ടാമത്തത് കൊല്ലം പിടിച്ചെടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1658 ഇവര് കൊല്ലം പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സിലേക്ക് കൂടെ എത്താനായിട്ട് പറ്റില്ല. അടുത്ത് നമുക്ക് കൊച്ചി പിടിച്ചെടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. 1663 കൊച്ചി പിടിച്ചെടുത്തു. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് നോക്കാം. കേരളത്തിലെ ഡച്ചുകാർക്ക് നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ അവര് ഉറപ്പിക്കുന്നത് കൊച്ചി പിടിച്ചെടുത്തോടു കൂടിയിട്ടാണെന്ന് പറഞ്ഞു. 1663 കൊച്ചി രാജകുടുംബത്തിലുണ്ടായിരുന്ന ആഭ്യന്തര സമരം ഡച്ചുകാർക്ക് പഴുതുണ്ടാക്കി കൊടുത്തു. അകത്ത് തന്നെ സമരം ഉണ്ടായി. ഇളയതാം വഴിയിലെ ഒരു രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി മൂത്തതാം വഴിയിൽ നിന്നും രാജ്യാവകാശം ബലാത്കാരേണ പിടിച്ചെടുത്തു. മൂത്തതാം വഴിയിലെ രാജാവ് പാലിയത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു കിട്ടാൻ കൊളംബിൽ ചെന്ന് ഡച്ചുകാരുടെ സഹായം ചോദിച്ചു. അകത്തടിയായപ്പം ഒരു കൂട്ടർ പോയി ഡച്ചുകാരോട് ഹെൽപ്പ് ചോദിച്ചു. കൊച്ചിയിലെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം കുളമായി കിടക്കുന്ന കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്താ, എങ്ങനെയെങ്കിലും ഇത് പിടിച്ചെടുക്കണം. അങ്ങനെ ഇടപെടാൻ ഡച്ചുകാർ തീരുമാനിക്കുകയും സാമൂതിരിയുടെയും പാലിയത്തച്ഛന്റെയും വടക്കും കൂറിലെയും തെക്ക് കൂറിലെയും രാജാക്കന്മാരുടെയും സൗഹൃദ മനോഭാവത്തിലൊക്കെ ധൈര്യം ഉണ്ടായിരുന്ന ആൾക്കാര് മൂത്തതാം വഴിയിലെ രാജാവിന് അനുകൂലമായി മത്സരത്തിൽ ഇടപെട്ടു. ആരുടെ സൈഡിൽ നിന്നു? മൂത്തതാം വഴിയിലെ ആൾക്കാരുടെ കൂടെ ഡച്ചുകാർ നിന്നു. അഡ്മിറൽ വാർഡൻ മെയ്ഡന്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം 1661 വൈപ്പിൻ കരയിലുള്ള പള്ളിപ്പുറം കോട്ട അഥവാ ആയക്കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത് സാമൂതിരിക്ക് കൊടുത്തു. ഇമ്പോർട്ടന്റ് ആണ്. 1661 വൈപ്പിൻ കരയിലുള്ള പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത് കൊടുത്തത് അഡ്മിറൽ വാർഡൻ മെയ്ഡന്റെ നേതൃത്വത്തിലുള്ള ഡച്ചുകാരാണ്. ഡച്ചുകാർ 1662 കൊടുങ്ങല്ലൂരിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കി. ആ സ്ഥലം കൊടുങ്ങല്ലൂർ രാജാവിനും കൊടുത്തു. അനന്തരം വൈപ്പു ദ്വീപിൽ പ്രവേശിച്ച് ഡച്ച് സൈന്യം കൊച്ചി ആക്രമിച്ചു. ഡച്ചുകാരെ അവരുടെ ആക്രമണങ്ങളിൽ സഹായിക്കാൻ സാമൂതിരിയും എളങ്ങുന്നുപുഴ വന്നു ചേർന്നു. വാൻഗൂൺസിന്റെ നേതൃത്വത്തിലായിരുന്ന ഡച്ച് സൈന്യം വൈകാതെ കൊച്ചി രാജാവിനെ മട്ടാഞ്ചേരി കൊട്ടാരം വളഞ്ഞു. യുദ്ധം മുന്നിലേക്ക് കുറെ പോയി. ഒട്ടേറെ ഡച്ച് പടയാളികൾ വധിക്കപ്പെട്ടു. പക്ഷെ ഭീമമായ നഷ്ടം കൊച്ചി രാജാവിന് വരികയും പിന്മാറുകയും ചെയ്തു. കൊച്ചി രാജാവും 2 ഇളമുറ രാജാക്കന്മാരും മന്ത്രിമാരിലധികം പേരും ഈ യുദ്ധത്തിൽ മരിക്കുകയും മാളിക മുകളിൽ നിന്നും യുദ്ധം കണ്ട റാണി ഗംഗാധര ലക്ഷ്മിയെ അന്നൊരു സാധാരണ ഡച്ച് ഭരണനായ ഹെൻറിക്സ് വാൻ ബ്രീഡ് തടവിലാക്കുകയും ചെയ്തു. മൂത്തതാവഴിയിലെ രാജാവിനെ കൊച്ചിയുടെ ഭരണാധികാരിയായി അംഗീകരിച്ചു കൊള്ളാമെന്നും റാണിയെ കൊണ്ട് ഇയാള് സമ്മതിപ്പിച്ചു. വാൻഗൂൺസ് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. കൊച്ചിയിലെ മൂത്തതാവഴി രാജാവിന്റെ വിജയം പോർച്ചുഗീസുകാർക്ക് ഏറ്റ ഒരു ഊക്കൻ പ്രഹരം. അതായത് ഡച്ചുകാരുടെ കൂടെ നിന്നും അവരെ ഇവർ വിജയിപ്പിച്ചു. അങ്ങനെ അയാളെ രാജാവാക്കാന്ന് പറഞ്ഞു. ഡച്ചുകാർ 3 ഭാഗങ്ങളിലൂടെ പോർച്ചുഗീസ് കൊച്ചിയിൽ പ്രവേശിച്ചു. കൊച്ചി കോട്ടയുടെ ആക്രമണം ഏതാണ്ട് 2 മാസം നീണ്ടു. പുറക്കാടുണ്ടായിരുന്ന പോർച്ചുഗീസുകാർ അയച്ചു കൊടുത്ത പോഷക സേന വന്നു ചേർന്നപ്പോൾ 1662 മാർച്ചിൽ ഡച്ചുകാർ രംഗത്ത് നിന്നും പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ 1662 ഡിസംബറിൽ ഒരു ഡച്ച് നാവിക സൈന്യം ആകസ്മികമായും അതിരൂക്ഷമായും ഒരു ആക്രമണത്താൽ കോട്ട പിടിച്ചെടുക്കാൻ ഉറച്ചുകൊണ്ട് കൊച്ചിയിൽ വീണ്ടും വന്നു. പോർച്ചുഗീസുകാർ കൊച്ചി രാജകുടുംബത്തിൽ അവർക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയും പുറക്കാട്ട് രാജാവിന്റെയും പിന്തുണയോടുകൂടി തീവ്രമായി എതിർക്കുകയും 5 കൈമൾമാരുടെ സഹായത്തോടെ ഡച്ചുകാര് എറണാകുളം നഗരത്തിലെ പ്രബലമായ പോർച്ചുഗീസ് സങ്കേതം പിടിച്ചെടുക്കുകയും കൊച്ചിയിൽ വളയപ്പെട്ടിരുന്ന പോർച്ചുഗീസ് സൈന്യത്തിന് ആയുധവും ഭക്ഷണവും എത്തിക്കേണ്ട മാർഗങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. ഏറെ കഴിയുന്നതിന് മുൻപ് തന്നെ
ഡച്ചുകാർ മൂത്തതാംവഴി രാജാവായ വീരകേരളവർമ്മയുടെയും പാലിയത്തച്ഛന്റെയും സഹായത്തോടുകൂടി കൊച്ചി കോട്ട ആക്രമിച്ചു. 8 രാവും പകലും നീണ്ടുനിന്ന ഈ ആക്രമണം 9ാമത്തെ ദിവസം 1663 ജനുവരി 6-ാം തീയതി കൊച്ചി ആര് പിടിച്ചെടുത്തു? ഡച്ചുകാര് പിടിച്ചെടുത്തു. ഇനി ബാക്കിയാണേ. മൂത്തതാംവഴിയിലേക്ക് ചായൂർ നിന്നും ദത്തെടുത്ത വീരകേരളവർമ്മയെ ഡച്ചുകാർ കൊച്ചിയുടെ ഭരണാധികാരിയായി വാഴിക്കുകയും 1663 മാർച്ച് 20-ാം തീയതി അദ്ദേഹവുമായിട്ട് ഒരു ഉടമ്പടി വെച്ചു. ഡച്ചുകാരുടെ പരമാധികാരം അംഗീകരിച്ച കൊച്ചി രാജാവ് രാജ്യത്തുണ്ടാകുന്ന മുഴുവൻ കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് ഏറ്റു. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് തന്നെ ശരിയല്ലേ? നമ്മളിപ്പോ പഠിച്ചില്ലേ? സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ശരിയാണ്. ഈ ഉടമ്പടിയിലെ വ്യവസ്ഥ അനുസരിച്ച് കൊച്ചി നഗരത്തിലും കൊച്ചിയിലെ തീരപ്രദേശങ്ങളിലും താമസിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും ഡച്ചുകാരുടെ സംരക്ഷണയിലായി. ജസ്യൂട്ടുകളും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ കത്തോലിക്ക പുരോഹിതന്മാരെയും രാജാവ് കൊച്ചിയിൽ നിന്നും ബഹിഷ്കരിക്കണമെന്നും ഈ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചി രാജാവിനെ ഡച്ചുകാരുടെ കയ്യിലെ ഒരു കളിപ്പാവയാക്കി തീർത്ത ഈ ഉടമ്പടി കേരളക്കരയിൽ ഡച്ച് ആധിപത്യത്തിന്റെ ഒരു പുതിയ കാലഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അപ്പൊ കൊച്ചി രാജാവുമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതാണ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ശരിയാണ്. ഇനി ഡച്ചുകാർ ഉണ്ടാക്കിയ ഉടമ്പടികൾ, മറ്റുടമ്പടികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡച്ചുകാർ കൊച്ചിയിൽ കൈവന്ന വിജയം അവരുടെ പദവി ഉയർത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പുറക്കാട്, പറവൂർ, ആലങ്ങാട്, ഇടപ്പള്ളി എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ 1663 ഡച്ചുകാരുമായി ഉടമ്പടി ഉണ്ടാക്കി അവരുടെ മേൽക്കോയ്മ സ്വീകരിച്ചു. തങ്ങളുടെ രാജ്യങ്ങളിൽ കച്ചവടത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഡച്ചുകാർ 1663 ഫെബ്രുവരിയിൽ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു. ഇമ്പോർട്ടന്റ് ആണ്. 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു. 1663 മാർച്ച് 20-ാം തീയതി അവർ കോലത്തിരിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അതിൽ മറ്റ് പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ കണ്ണൂർ പട്ടണം ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കണമെന്നും പോർച്ചുഗീസ് വൈദികന്മാരെ അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1664 ജൂലൈ മാസത്തിൽ ഉണ്ടാക്കിയ പുതിയ ഒരു ഉടമ്പടി പ്രകാരം കണ്ണൂരിലെ കുരുമുളക് കച്ചവടത്തിന്റെ കുത്തക ഡച്ചുകാർക്ക് കിട്ടി. അടുത്ത പോയിന്റ് ആണ്. 1664 ജൂലൈ മാസത്തിൽ ഉണ്ടാക്കിയ പുതിയ ഉടമ്പടി പ്രകാരം കണ്ണൂരിലെയും കുരുമുളകിന്റെ കുത്തക ആർക്ക് കിട്ടി? ഡച്ചുകാർക്ക് കിട്ടി. അങ്ങനെ 1664 കണ്ണൂരെ ആലി രാജാവുമായി വെവ്വേറെ 2 ഉടമ്പടി ഉണ്ടാക്കുകയും അവയനുസരിച്ച് ആലി രാജാവ് കയറ്റുമതി ചെയ്യുന്ന കുരുമുളകിന്റെയും ഏലത്തിന്റെയും അളവ് ക്ലിപ്തപ്പെടുത്തുകയും ചെയ്തു. 1664 ക്യാപ്റ്റൻ ന്യൂഹോഫ് ദക്ഷിണ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും നാടുവാഴികളെ സന്ദർശിച്ച് അവിടങ്ങളിലെ ഡച്ചുകാരുടെ നില ശക്തിപ്പെടുത്തി. കായംകുളം, പുറക്കാട്, മാർത്ത, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികൾ 1664 അദ്ദേഹവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ അതത് രാജ്യങ്ങളിൽ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തകയും മറ്റു വാണിജ്യ അവകാശങ്ങളും ഒക്കെ ആർക്ക് കൊടുത്തു? ഡച്ചുകാർക്ക് കൊടുത്തു. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ചി പിടിച്ചെടുത്തതും ബാക്കി രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ഉടമ്പടി ഉണ്ടാക്കി മൊത്തത്തിൽ ഇപ്പൊ ഡച്ചുകാരുടെ ഒരു അവകാശം വന്നു. ഇനി കൈക്കൊണ്ട നയം കൊച്ചിയോട് നോക്കിക്കേ. ഇപ്പൊ ഓൾറെഡി മൂത്തതാംവഴിയിലെ രാജാവിനെ അവര് സിംഹാസനത്തിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. കുത്തക മൊത്തം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുവരെ ഉറപ്പിച്ചു. ഇന്ന് നോക്കി 1673 ആയപ്പോഴത്തേക്കും കൊച്ചിയിലെ കമാൻഡറായിട്ട് മാൻഡ്രിഡിലെ അദ്ദേഹം വന്നു. ഡച്ച് ശക്തിയുടെ വികാസത്തിന്റെ ഒരു വ്യതിയാനത്തിന്റെ ആരംഭമായിരുന്നു ഇത്. തദ്ദേശീയ ശക്തികളെ ഡച്ചുകാരുടെ ഫലപ്രദമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള സുനിശ്ചിതമായ ഒരു നയത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. ഡച്ചുകാർ കൊച്ചി രാജകുടുംബത്തിലെ മൂത്ത മുറ രാജാക്കന്മാരുമായും പാലിയത്തച്ഛനുമായിട്ട് 1673 ഫെബ്രുവരിയിൽ ഉണ്ടാക്കിയ ഉടമ്പടി കൊച്ചിയുടെ സിംഹാസനാവകാശം മൂത്തതാംവഴിയിലെയും ചായൂർ വഴിയിലെയും അംഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും കൊച്ചി രാജ്യത്തെ ഡച്ചുകാരുടെ സുശക്തമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്തു. 1674 സെപ്റ്റംബറിൽ ഉണ്ടാക്കിയ ഉടമ്പടിയിൽ ഡച്ചുകാർ നിയമിക്കുന്ന ഗുമസ്തന്മാരെ കൊണ്ട് വേണം കൊച്ചി രാജാവ് അദ്ദേഹത്തിന്റെ കണക്കുകൾ എഴുതിക്കുക എന്ന് വ്യവസ്ഥ ചെയ്തു. കൊച്ചി രാജാവും 4 ഇളമുറ രാജാക്കന്മാരും ഡച്ചുകാരുടെ പക്കൽ നിന്നും ജീവിതത്തെ പറ്റിക്കൊള്ളാമെന്നും നിർദ്ദേശിച്ചിരുന്നു. 1674 ഡിസംബറിൽ ഡച്ചുകാർ കൊച്ചിയിലെ നായർ പ്രമാണികളുമായിട്ട് ഒരു കരാറുണ്ടാക്കി അവരുടെ പരിപൂർണ വിധേയത്വം ഉറപ്പുവരുത്തി. 1674 ഉടമ്പടി വ്യവസ്ഥ കൊച്ചി രാജകുടുംബത്തിൽ ഗുരുതരമായിട്ടുള്ള അസ്വസ്ഥ്യം ജനിപ്പിക്കുകയും പല ഇളമുറ രാജാക്കന്മാരും, അതായത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വോയിസും ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വരില്ലേ, അത് തന്നെ സംഭവിച്ചു. രാജാവ് സുരക്ഷിതത്വം കരുതി കൊട്ടാരം വിട്ട് ഉൾനാട്ടിലേക്ക് പോയി. ഡച്ച് കമാൻഡിയർ മാർട്ടിൻ ഹ്യൂസ്മാൻ ഈ അഭിപ്രായ സംഘടനത്തിൽ ഇടപെട്ടിട്ട് 1678 മെയ്യില് രാജാവിന് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്മേലുള്ള ആധിപത്യം പ്രഖ്യാപിക്കുകയും രാജ്യകാര്യങ്ങളിൽ കൊച്ചി കുടുംബത്തിലെ ഇളമുറ രാജാക്കന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയൊക്കെ
ഉണ്ടായി. അപ്പം കൊച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തി എന്നുള്ളതാണ് പറയുന്നത്. 1673 ഇനി 1681 മെയ്യില് ഡച്ചുകാരും കൊച്ചി രാജാവും തമ്മിൽ പിന്നെ ഒരു ഉടമ്പടി ഉണ്ടാക്കി. മൊത്തം ഉടമ്പടിയാ. ഇതിനനുസരിച്ച് ഒരു ഡച്ച് ഉദ്യോഗസ്ഥനെ രാജാവിന്റെ മന്ത്രിയായും ഡച്ചുകാരുടെ കീഴിൽ ജോലി നോക്കിയിരുന്ന ഒരു കൊങ്ങിണി ബ്രാഹ്മണനെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായിട്ട് നിയമിച്ചു. മേൽ പറഞ്ഞ ഡച്ച് ഉദ്യോഗസ്ഥന്റെ ഉപദേശം അനുസരിച്ച് വേണമായിരുന്നു പാലിയത്തച്ഛൻ രാജ്യകാര്യങ്ങൾ നോക്കാൻ. അനന്തരാവകാശിക്ക് പ്രായപൂർത്തിയാകും മുമ്പ് പാലിയത്തച്ഛൻ മരിച്ചപ്പം അവകാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ കാര്യങ്ങൾ നോക്കാൻ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായി ഡച്ചുകാർ ഹെൻറിക് റീൽസിനെ നിയമിക്കുകയും ചെയ്തു. അതായത് മുഴുവൻ ഇപ്പൊ അവരുടെ കയ്യിലായി എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ അടുത്ത വരുന്നത് വെട്ടം യുദ്ധമാണ്. വെട്ടം യുദ്ധം നമുക്ക് പിന്നെ പറയാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്തെ അടുത്തൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാടുണ്ട് ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഡച്ചുകാരുടെ കൊച്ചിയിലെ പതനം നമ്മൾ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഡച്ചുകാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ഇത്രയും മിന്നി നിന്ന ആൾക്കാര് പെട്ടെന്ന് പരാജയപ്പെടാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടെ നിന്നും ഉദാരവും സഹിഷ്ണുതയുള്ളതുമായിരുന്നു. ഇവിടെ അത് കിടപ്പുണ്ട്. പോർച്ചുഗീസുകാരുടേതുപോലെ അന്ധ ആയിരുന്നില്ല. ശരിക്കും നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടില്ലേ, പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് കൺവേർട്ടഡ് ആക്കിയിട്ട് മാറ്റിയേ ഒക്കൂ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരോട്. അതായത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറണം എന്നുള്ള ഭയങ്കര അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ പോലെ ആയിരുന്നില്ല ഡച്ചുകാരുടെ മതനയം. പൊതുവെ അവരുടെ മതസമീപനം എന്ന് പറയുന്നത് ഉദാരവുമായിരുന്നു, സഹിഷ്ണുതാപരവുമായിരുന്നു. അത് അത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടെ നിന്നും ഉദാരവും സഹിഷ്ണുത, അത് സ്റ്റേറ്റ്മെന്റ് നമ്പർ ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഗോവയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്നു. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. എനിക്കറിയാം പറഞ്ഞു വരണമെങ്കിൽ ഇതെല്ലാം പറയണം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. പലർക്കും അത് മൊത്തം കേട്ടിരിക്കാനായിട്ടുള്ള ഒരു ക്ഷമയൊന്നും കാണില്ല. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട്, കൊച്ചി പിടിച്ചെടുത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഈ പറഞ്ഞുകൊണ്ട് മതനയം, പിന്നെ അവർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അവരുടെ പ്രത്യേകിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഡച്ചുകാർ ഇല്ലാതായി പോയത്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ ഏതൊക്കെയാ ശരിയെന്ന് മനസ്സിലായല്ലോ. 2ഉം 3ഉം ശരിയാണ്, 1 തെറ്റാണ്. PSCയുടെ പ്രൊവിഷൻ കീ അനുസരിച്ച് അത് ശരിയാണ്, പക്ഷെ തെറ്റാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.